ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, വീട്ടിൽ അതിഥികൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കുട്ടികളെ കൊണ്ടാണല്ലോ മിക്കവാറും, കുട്ടികളാകട്ടെ വലിയ കുട്ടികളാകട്ടെ കോളേജ് സ്റ്റുഡൻസ് ആകട്ടെ, അവരെ കൊണ്ടെല്ലാമാണല്ലോ വെൽക്കം പറയുമ്പോൾ ഒരു ചെറിയ ഫ്ലവറോ ബൊക്കെയോ എന്തെങ്കിലും ഗിഫ്റ്റോ സ്റ്റേജിലിരിക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സംഗതികൾ കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ കുട്ടികൾ പഠിക്കണമെന്നും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണമെന്നും ആണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് വളരെ ഒരു സിമ്പിൾ കാര്യമാണല്ലോ എന്ന് തോന്നും. ഈ കഴിഞ്ഞ മാസം ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷന് ഞാൻ പോയിരുന്നു. അപ്പോൾ സ്റ്റേജിൽ സീനിയേഴ്സിനെ, പ്രായമുള്ളവരെ അഭിനന്ദിക്കുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനായിരുന്നു. വളരെ സീനിയർ പൊസിഷനിലിരിക്കുന്ന പ്രായമുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരെ വെൽക്കം ചെയ്തപ്പോൾ, പേര് വിളിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ഓടി സ്റ്റേജിൽ ചെന്ന് ഒരു കൈ കൊണ്ട് ഒരു പൂ കൊടുക്കുകയും, ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു ആർക്ക് കൊടുക്കണമെന്ന്. പിന്നെ ചെന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കുകയും ഉടനെ ഓടി തിരിച്ചു പോരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഞങ്ങൾ. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും അത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ആവശ്യമാണെന്ന്. ഇത് ഒരിക്കലും കുട്ടികളെ കുറ്റം പറയാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നതിന് മുമ്പ്, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സമയമെടുത്ത് അവർക്ക് ഒരു ട്രെയിനിങ് എന്ന് തന്നെ ഞാൻ പറയാം ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികൾക്കൊരു ബാലപാഠമാകുകയും ചെയ്യും. കിട്ടുന്നവർക്ക് അതൊരു വളരെയധികം സന്തോഷം കൊടുക്കുന്ന അവസ്ഥയുമാകും. എന്തിനാണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പിന്നിൽ നമ്മുടെ കൾച്ചറിന്, അതായത് സംസ്കാരത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ഈ മര്യാദകൾ പേരൻസ് മാത്രമല്ല, ഇപ്പോൾ ഒരു സാധാരണ കാണുന്നത്, കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫംഗ്ഷനാണല്ലോ, അത് ഓർഗനൈസേഴ്സ് തന്നെ, അല്ലെങ്കിൽ ഈ വെൽക്കം ചെയ്യുന്നതിന് ചാർജുള്ള ആളുകൾ തന്നെ കുട്ടികളെ നേരത്തെ, എത്ര ചെറിയ ഫംഗ്ഷനാകട്ടെ എത്ര വലിയ ഫംഗ്ഷനാകട്ടെ, കുട്ടികളെ മാത്രമല്ല മുതിർന്ന കോളേജ് സ്റ്റുഡൻസിനെ വരെ ഇതൊന്ന് ട്രെയിൻ ചെയ്യിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കുറേ നാളത്തെ ഒബ്സർവേഷനിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആദ്യമേ ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന കാര്യം തന്നെ പറയാം. അതുതന്നെയാണ് നമ്മൾ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ ആർക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് കുട്ടികളെ ആദ്യമേ മനസ്സിലാക്കണം. അല്ലെങ്കിൽ സ്റ്റേജിൽ ചെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും കൊടുത്തുവിട്ട ആളെ വീണ്ടും നോക്കുകയും അതൊരു കൺഫ്യൂഷനും ടൈം കൺസ്യൂമിങ്ങുമായി തീരും. അതുമല്ല, അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കും. അതിനെ ഒന്നാമതിരിക്കുന്ന ആളെന്നോ എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞ് കുട്ടികളെ നമുക്ക് നേരത്തെ തന്നെ പ്രൈം ചെയ്ത് വിടാം. രണ്ടാമത്തെ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളൊരു ഗിഫ്റ്റ് എന്ത് കാര്യമാകട്ടെ, നമ്മൾ നമസ്തേ പറയുമ്പോൾ ഒരു കൈ കൊണ്ടല്ലല്ലോ പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് കൈയും കൂപ്പി പറയുന്നത് പോലെ തന്നെ വളരെയധികം ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ തന്നെ വേണം രണ്ട് കൈകൾ കൊണ്ടും ഒരു പൂവാകട്ടെ അല്ലെങ്കിൽ ഒരു ബൊക്കെ ആകട്ടെ, എന്ത് ഗിഫ്റ്റാണെങ്കിലും എപ്പോഴും രണ്ട് കൈകൾ കൊണ്ടും തന്നെ കൊടുക്കണമെന്ന കുട്ടിയെ ഇപ്പോഴേ നമ്മൾ ശീലിപ്പിക്കേണ്ടതാണ്. കുട്ടിയെ മാത്രമല്ല വലിയ കുട്ടികളെയും. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഒരു ഐ കോണ്ടാക്റ്റ് വേണം. നേരെ കണ്ണിൽ തന്നെ നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് വേണം കൊടുക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ കുനിഞ്ഞു നിൽക്കുകയോ ചെയ്യാതെ നേരെ കണ്ണിൽ നോക്കി തന്നെ ആ ഗിഫ്റ്റ് കൊടുത്താൽ അത് കിട്ടുന്ന ആൾക്കുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നാലാമത്തെ കാര്യമാണ്, പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കൊടുക്കുക. അഞ്ചാമത്തെ കാര്യമാണ്, അത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ വെൽക്കം പറയാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ വെൽക്കം സർ, മാഡം, ഏതാണ് ഉചിതമായ വാക്കെന്ന് വെച്ചാൽ അതും കൂടെ പറയുകയാണെങ്കിൽ ആ പുഞ്ചിരിയോടുകൂടെ കൊടുക്കുന്ന ആ ഗിഫ്റ്റ് കിട്ടുന്ന ആളുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു ഗിഫ്റ്റായിരിക്കും. എത്ര ചെറിയ ഗിഫ്റ്റാകട്ടെ വലിയ ഗിഫ്റ്റാകട്ടെ, ചെറിയ പൂവാകട്ടെ വലിയ പൂവാകട്ടെ, ഒരു പുഞ്ചിരിയും രണ്ട് കൈകളും കൊണ്ടു കൊടുക്കുന്ന ആ ഗിഫ്റ്റ് വലിയൊരു സന്ദേശമാണ് കുട്ടികൾക്കും അത് കിട്ടുന്ന ആൾക്കും നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പേരൻസിനോടും ഓർഗനൈസേഴ്സിനോടും എനിക്കൊരു റിക്വസ്റ്റാണ്, ചെറിയ കുട്ടികളാകട്ടെ വലിയ കുട്ടികളാകട്ടെ, കൊടുക്കുന്ന ഗിഫ്റ്റ് വെൽക്കം ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൽ തൊട്ട് കൊടുക്കട്ടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊരു സന്ദർഭം വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുമല്ലോ. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് എന്നോട് പറയുമല്ലോ. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.